102 സീറ്റുമായി UDF ഔദ്യോഗികമായി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു. അതിലേറ്റവും പ്രത്യേകതയോടൊരു കാര്യം എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, സിദ്ധരാമയ്യ, കർണാടകയിലെ DK ശിവകുമാർ, മറ്റ് എല്ലാ എന്താ പറയുക തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡി, അങ്ങനെ എല്ലാ തരത്തിലുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ വളരെ ആകാംക്ഷയോടെ കണ്ടവരായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ഒരു യുവനടി. അപ്പം അദ്ദേഹം വരുമ്പം അല്ലെങ്കിൽ ആ യുവനടി വരുമ്പം ഒരുപാട് തരത്തിലുള്ള കൂവിയ ആർക്കൽ ഒരു ഭാഗത്തുണ്ടാകുന്നു. മറുവശത്ത് എൻ്റെ സതീശൻ, എൻ്റെ പറവൂര്, എൻ്റെ നാട്ടുകാരൻ, ഞാൻ വോട്ട് ചെയ്ത MLA എന്നുള്ള തലത്തിൽ ഇപ്പം ഞാൻ ആലോചിക്കുമ്പം അന്നത്തെ കാലത്ത് ആ വിവാദം നടക്കുമ്പം ഈ കോൺഗ്രസിനെതിരെ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിനെതിരെയായിരുന്നു ആ യുവനടി ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചായിരുന്നു. അപ്പം അതേ കോൺഗ്രസ് അവിടെ ഭരണത്തിൽ കയറുമ്പം അവരുടെ എൻ്റെ എന്താ പറയുക ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ എൻ്റെ മന്ത്രിയാണ്, എൻ്റെ MLA ആണ്. അല്ല, അത് എന്റെ MLA ആയതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം, എന്റെ MLA CM ആകുന്നു എന്നുള്ളതിന്റെ ഒരു വലിയൊരു സന്തോഷമുണ്ട്. അപ്പൊ എന്റെ MLA സത്യപ്രതിജ്ഞ ചെയ്ത് CM ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാന്ന് പറഞ്ഞാൽ അതെന്റെ എന്റെയും കൂടി വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം എന്റെ MLA സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ വേണ്ടി വന്നത്. ഞങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയാണ് ഇപ്പോൾ ഭരണത്തിൽ കയറുന്നത് എന്നുള്ള തരത്തിൽ പറയുന്നു. അപ്പം യഥാർത്ഥത്തിൽ റിനി ആരാണ്? കാരണം അന്ന് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷൈൻ ടീച്ചറൊപ്പം അല്ലെങ്കിൽ ശൈലജ ടീച്ചറിൻ്റെ ഒപ്പം ഒക്കെ വേദി പങ്കിട്ടതും CPIM-ൻ്റെ പല പരിപാടികൾ കണ്ടതൊക്കെയാണ്. ഇപ്പോൾ ഇതേ റിനി അല്ലെങ്കിൽ ഇതേ യുവനടി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ പല പ്രോഗ്രാമിലും കാണുന്നു. അപ്പം റിനി ശരിക്ക് സതീശൻ്റെ ആൾ തന്നെയാണോ? റിനി ആൻഡ് ജോർജ് ഇന്നലെ സത്യപ്രതിജ്ഞയിൽ വന്നത് ഏറ്റവും കൂടുതൽ ആ സത്യപ്രതിജ്ഞ UDF അധികാരത്തിൽ വന്ന സമയം മുതലുള്ള റിനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമ്മൾ നേരത്തെ ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട്. റിനി ആഗ്രഹിക്കുന്നത് ഒരു പബ്ലിസിറ്റി മാത്രമാണെന്നുള്ള തരത്തിൽ അവരെ വ്യക്തി അധിക്ഷേപം ചെയ്യല്ല, പക്ഷെ ആൾക്ക് ഇങ്ങനെ ലൈം ലൈറ്റ് നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ആളായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഇന്നലെ ഇത്രയും കൂവി വിളികൾക്കിടയിലും ഓൺലൈൻ ചാനലുകൾക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കൊക്കെ അവർ ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ റിനിയുടെ പിന്നാലെ പോയി ബൈറ്റ് എടുക്കുന്ന തരത്തിലേക്ക് ഇന്നലെ മാധ്യമങ്ങൾ മാറിയിട്ടുമുണ്ട്. അത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് കാണാനായിട്ട് റിനി ആൻഡ് ജോർജ് വന്നത്, ആരാണ് പാസ് കൊടുത്തത്, അപ്പൊ അങ്ങനത്തെ കുറെ ചർച്ചകളിലേക്കും ഇന്നലത്തെ ഒരു ദിവസം വഴി മാറിയിട്ടുണ്ട്. ഇതേ സമയത്ത് ആളുകൾ കൂവി വിളിച്ചുകൊണ്ട് വരവേൽക്കുന്നതും അല്ലെങ്കിൽ അവരെ പറഞ്ഞു വിടുന്നതും ഒക്കെ നമ്മൾ കണ്ടു എന്നല്ല, അമ്മാതിരി കൂവിവിളിയായിരുന്നു. പക്ഷെ അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് കയറിയപ്പോൾ കിട്ടിയ കയ്യടിയുടെ ആ ഒരു ആരവും ഇതും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ശരിക്കും ജയിച്ചൊരു ദിവസം തന്നെയായിരുന്നു എന്നല്ല. രാഹുലിന്റെ മുന്നിലിട്ട് റിനിയെ കൂവി ഓടിക്കുന്നത് ഇപ്പൊ രാഹുലിനെതിരെ എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല റിനിയോടുള്ളൊരു എതിർപ്പ് വരുന്നത്. റിനി ആൻഡ് ജോർജിന്റെ ആദ്യം മുതലേ തന്നെ അവരുടെ ഒരു സ്റ്റാൻഡ് അത്രയും ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പേഴ്സണലി ഉള്ള കാര്യമാണ് പറയുന്നത്. അവര് കൃത്യമായിട്ടും അതിജീവിത എന്ന് പറയാൻ പറ്റില്ല, ഇരയല്ല, അവർക്ക് പരാതികളില്ല. മറ്റൊരാളെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അവരോട് മോശമായിട്ട് പെരുമാറി, അതെനിക്കറിയാം. അത് മാത്രമാണ് അവരുടെ സ്റ്റാൻഡ്. അവർക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ന രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നു, പറയുന്നു. പക്ഷെ അവർക്ക് പരാതികളില്ല, അവരോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്ന് പറയുന്നു. ശ്രീനാദേവി കുഞ്ഞമ്മ പുറത്തുവിട്ട വെല്ലുവിളിച്ചുകൊണ്ടാണ് അവർ പുറത്തുവിട്ടത്. ഈ രാഹുലിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന റിനി ആൻഡ് ജോർജ് രാത്രി 12 മണിക്ക് ശേഷം പ്ലീസ് കം ടു സീക്രട്ട് ചാറ്റ് എന്ന് പറഞ്ഞിട്ട് ടെലിഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനാദേവി കുഞ്ഞമ്മ വെല്ലുവിളിക്കുന്നുണ്ട്. അത്രയും മോശപ്പെട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ തനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണീര് വീഴ്ത്തിയ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിലെങ്കിൽ അങ്ങനെ ഒരാളെ പാതിരാത്രികളിൽ ഇരുന്ന് ചാറ്റ് ചെയ്യുകയും സീക്രട്ട് ചാറ്റിന് വേണ്ടി ക്ഷണിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കാര്യം ശ്രീനാദേവി കുഞ്ഞമ്മയെ പോലൊരു നേതാവ് ഇത്രയും പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് പോലും റിനി ആൻഡ് ജോർജ് അതിന് മറുപടി കൊടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഒപ്പോസ് ചെയ്തിട്ടില്ല, അതിൽ യാതൊരുവിധ പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല. അപ്പോൾ റിനി ആൻഡ് ജോർജ് അത് സമ്മതിക്കുന്നു എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ മോശമായിട്ടുള്ള ഒരാളുമായിട്ട് ചാറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ പറഞ്ഞ ഇങ്ങനത്തെ ആരോപണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുക തന്നെ ചെയ്യും. അതിൻ്റെ ഒരു ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതെല്ലാം വന്നപ്പോൾ ഏത് ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ ഏത് ഇതിൽ അവർ സത്യപ്രതിജ്ഞ കാണാൻ ചെന്നു എന്ന് ചോദിക്കുന്നവരോട് അവർ പറയുന്നുണ്ട്, എൻ്റെ MLA സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാനാണ് ഞാൻ വന്നത്, എൻ്റെ MLA മുഖ്യമന്ത്രിയായി. സതീശനെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, CM-നെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, അത് എൻ്റെ MLA ആണല്ലോ, എനിക്ക് എപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ, എനിക്ക് ഇനിയും കാണാമല്ലോ. അത് ആ വരികൾ പോലും ഈ മുഖ്യമന്ത്രി ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളത് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. മീൻസ്
വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി പ്രഖ്യാപനം നടത്തിയ ആ സമയത്ത് തന്നെ റിനി ആൻ ജോർജ് പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് കുറിപ്പ്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അവരിട്ട പോസ്റ്റ്, പത്മനാഭന്റെ മണ്ണിൽ ഇനി എൻ്റെ ശ്രീ പത്മനാഭൻ വാഴും എന്നാണ്. അത് സി എമ്മിൻ മകളെ പോലെയാണ്, അച്ഛനെ പോലെയാണ് എന്നൊക്കെ ആവർത്തിച്ച് അവർ പറയുന്നുണ്ട്. പക്ഷേ അന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ വി ഡി സതീശനെ ട്രസ്റ്റ് ചെയ്ത് വോട്ട് കൊടുത്ത്, അല്ലെങ്കിൽ വി ഡി എന്നെ സപ്പോർട്ട് ചെയ്ത് വി ഡി തന്നെ സി എം ആകണം എന്ന് ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട്. അത്രയും ആൾക്കാർ ഈ ഒരു ഒറ്റ റീസൺ കൊണ്ട് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന രീതിയിലേക്ക് പോലും, പേഴ്സണലി എനിക്കത് എനിക്കത് ആ പോസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മീൻസ് എൻ്റെ ശ്രീ പത്മനാഭൻ വാഴും എന്ന് പറഞ്ഞിട്ട് അവരൊരു പോസ്റ്റ് ഇടുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ഒരു കളങ്കം വീഴ്ത്തുന്നത് പോലെ ആയി പോകും ഇങ്ങനത്തെ ഒരു കാര്യം. അല്ലെങ്കിൽ വി ഡി സതീശൻ എന്തുകൊണ്ടോ റിനിയുടെ പേരിൽ മാത്രമായിട്ട് ഇത്രയും വലിയൊരു നേട്ടത്തിന് റിനിയുടെ പേര് പറഞ്ഞിട്ട് അങ്ങോട്ട് ഒതുക്കി കളയുന്ന, അല്ലെങ്കിൽ ആൾക്കാർ പരിഹസിക്കുന്ന രീതിയിലേക്ക് കണ്ടിന്യൂസ്ലി പോസ്റ്റ് ഇടുന്നത് അവർക്കൊരു പക്ഷേ ലൈവ് ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അത് ഇങ്ങനെ കണ്ടൂടെ? ഇപ്പം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്നുള്ള ഒരു വ്യക്തിയോട് മാത്രമായിരിക്കും ഈ ഒന്നടിക്ക് പ്രശ്നം ഉണ്ടാവുക. കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ബാക്കി കോൺഗ്രസ് നേതാക്കന്മാരോടോ വി ഡി സതീശനോടോ രമേശ് ചെന്നിത്തലയോടോ ബാക്കി ഒരു നേതാക്കന്മാരോട് ഒരു തരത്തിൽ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ നാട്ടുകാരി പറവൂരാണ്. അപ്പം സ്വാഭാവികമായിട്ട് അത്തരത്തിലൊരാൾ ജയിച്ചു വരുമ്പോൾ മേ ബി അവർ ഈ പറഞ്ഞ പോലെ വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കാം. അതുകൊണ്ട് എൻ്റെ പിതൃതുല്യനാണ്, അല്ലെങ്കിൽ എൻ്റെ പിതാവിനെ ഞാൻ എങ്ങനെ കാണുന്നു അതുപോലെ കാണുന്ന ഒരു വ്യക്തിയാണ് വി ഡി സതീശൻ എന്ന് പറയുന്നു. അപ്പം രാഹുൽ മാങ്കോട്ടത്തുള്ള പ്രശ്നം മാത്രമായിട്ട് ഇതിനെ കണ്ടൂടെ? സതീശനോട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും സതീശനോട് അവർക്ക് ആദ്യം മുതലേ പ്രശ്നമുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുമില്ല. പക്ഷേ സതീശനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തത്. ഇതിലും വലിയ ആരോപണങ്ങൾ നേരിട്ട ആളുകളെയൊക്കെ പാർട്ടിയിൽ നിർത്തുമ്പോഴും രാഹുലിനെതിരെ കൃത്യമായിട്ടും അപ്പം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ളൊരു ചെയ്തെടുക്കാനായിട്ട് സതീശൻ ഇത് കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കൂടുതലും പുറത്ത് വന്ന ചിത്രങ്ങളൊക്കെ റിനി തന്നെ പോസ്റ്റ് ചെയ്ത, അല്ലെങ്കിൽ റിനിക്ക് കേക്ക് വായിൽ വെച്ച് കൊടുക്കുന്ന സതീശുമായിട്ട് ഒരുമിച്ച് നിന്നുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻസ്, അതൊക്കെ റിനി തന്നെ പോസ്റ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അതിനിടയിൽ ഒരു 40 വട്ടം പറയും എനിക്ക് അച്ഛനാണ്, അച്ഛനെ പോലെയാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ അവർ പുറത്ത് വിടുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം അത്ര നിഷ്കളങ്കമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. സതീശനെ മാക്സിമം സതീശൻ ഒരു സ്റ്റാൻഡ് നിന്നു എന്നുള്ളത് കൊണ്ട് മാത്രം സതീശൻ എന്ന് പറയുന്ന നേതാവിനെ രാഹുലിനെതിരേക്ക് തിരിക്കുന്നതിലേക്ക് ഇത്തരം ചിത്രങ്ങളൊക്കെ ഇട്ടിട്ട് കുറെ കൂടി വൈറൽ ആവാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിന് വരുമ്പോൾ പോലും, സത്യപ്രതിജ്ഞയ്ക്ക് വരുമ്പോൾ പോലും, അല്ലെങ്കിൽ സി എം ആയി എന്ന് പറയുന്ന സമയത്ത് പോലും അവർ ഇട്ട പോസ്റ്റിന്റെ താഴെ എഴുതിയ ആ വരി എന്തുകൊണ്ടോ അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നൊരു വരിയല്ല. പത്മനാഭന്റെ മണ്ണിൽ ഇനി എൻ്റെ ശ്രീ പത്മനാഭൻ വാഴും എന്ന് പറയുന്നത്. ഈ എൻ്റെ ശ്രീ പത്മനാഭൻ തന്നെയാണ് ഇന്നലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റുകളിലും അവർ പറയുന്നുണ്ട് എൻ്റെ MLA രാഷ്ട്രീയ ചാണക്യൻ, അല്ലെങ്കിൽ സി എം ആയിട്ട് പേര് പ്രഖ്യാപിക്കുന്നത് വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല, വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര ടെൻഷനായിരുന്നു, ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു, അത്രയും ടെൻഷൻ അടിച്ചു സി എം ആയിട്ട് ആ പേര് വരുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ സതീശൻ ഒരു ഫാമിലി ഉണ്ട്, അല്ലെങ്കിൽ സതീശൻ ഫാമിലിക്ക് അപ്പുറത്തേക്ക് വി ഡി സതീശൻ എന്ന് പറയുന്ന മനുഷ്യൻ മുഖ്യമന്ത്രിയായിട്ട് കാണണം എന്ന് ആഗ്രഹിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇവർക്കൊക്കെയുള്ള അതേ വിഷമവും അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റിയും അല്ലെങ്കിൽ ഒരു ആകാംക്ഷയൊക്കെ റിനിക്കുണ്ട് എന്ന് പറയുന്നത് ഓക്കെ. പക്ഷെ റിനി ആൻഡ് ജോർജിനെ അത്ര നിഷ്കളങ്കമായിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ, ഈ അച്ഛനാണ് എന്ന് 100 വട്ടം എടുത്ത് പറയുന്നത് കൊണ്ടും, ഇനി അദ്ദേഹം ഒരു CM ആണ്, മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നു ബൈറ്റ് കൊടുക്കുന്നതിലൊക്കെ ഇടയ്ക്ക് വരുന്നൊരു പൊട്ടത്തരമായിട്ട് തോന്നുന്നില്ല. അദ്ദേഹം കണ്ടു, ആ സ്റ്റേജിൽ നിന്ന് അദ്ദേഹം എന്നെ നോക്കി എന്ന് പറയുന്നുണ്ട്. ഇത്രയും ഒരു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു നിമിഷത്തിൽ ഇത്രയും ഇതുള്ളതിൻ്റെ, ഇത്രയും ആളുകൾ അത് സാക്ഷ്യം വഹിക്കുന്നതിനിടയിൽ റിനിയെ മാത്രം അദ്ദേഹം നോക്കി, ആ സ്റ്റേജിലിരുന്നു കൊണ്ട് ഇവിടെ നിൽക്കുന്ന റിനിയെ അദ്ദേഹം നോക്കി എന്ന് പറയുമ്പോൾ, അങ്ങനെ റിനി ആൻഡ് ജോർജ് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമ്പോൾ അതിനെയൊക്കെ ആളുകൾ ഇനി ഏത് രീതിയിലേക്ക് വളച്ചൊടിക്കും എന്നുള്ളത് കൂടി അറിയാത്ത ഒരാളൊന്നുമല്ല, മാധ്യമപ്രവർത്തക കൂടിയാണ് എന്ന് അവർ പറയുന്നുണ്ട്. അത്യാവശ്യം CPM പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ, അല്ലെങ്കിൽ ദേശാഭിമാനിയുടെ എഡിറ്റർ ആയിരുന്ന ഒരാളുടെ മകളാണ്. അപ്പോൾ അവർക്ക് അത്ര നിഷ്കളങ്കമായിട്ട് പറഞ്ഞതാണ് അതൊന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിടെ ഇരുന്നുകൊണ്ട് ഇത്രയും വലിയൊരു സത്യപ്രതിജ്ഞ ചടങ്ങ് എത്ര ആളുകൾ അവിടെ കണ്ടിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ആ അത്രയും ജനസാഗരത്തിനിടയിലും റിനി ആൻഡ് ജോർജിനെ സത്യപ്രതിജ്ഞ ചെയ്ത വേദിയിൽ നിന്നും വി ഡി സതീശൻ നോക്കിയെന്നാണ് റിനി പറഞ്ഞു വെക്കുന്നത്. റിനി ഭരണപക്ഷത്തിന്റെ ആളാണ് തോന്നുന്നത്. കാരണം നോക്കുകയാണെങ്കിൽ 2ാം പിണറായി സർക്കാർ വരുമ്പോൾ പിണറായി വിജയന്റെ സർക്കാരിന്റെ പല CPMന്റെ വേദികളിലും നിറസാന്നിധ്യമായിരുന്നു ഈ പറഞ്ഞ പോലെ യുവനടി. ഇപ്പം മാറുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പോൾ ഇത് എൻ്റെ സർക്കാരാണ്, അല്ലെങ്കിൽ എൻ്റെ വി ഡി സതീശനാണ്, ഞങ്ങളുടെ പറവൂർ MLA ആണ്, എൻ്റെ MLA ആണ് എന്നുള്ള തരത്തിൽ പറയുന്നു. എവിടെയാണോ ഭരണം അവിടേക്ക് എൻ്റെ എന്നുള്ള സാധനം പോകുന്നതായി ഫീൽ ചെയ്തിട്ടുണ്ട്.
ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ട്. ഈ ഷൈൻ ടീച്ചറുടെ ഒരു സംഭവം വന്നപ്പോൾ തന്നെ ഒരു കോൺട്രവേഴ്സി വന്ന സമയത്ത് തന്നെ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം അവർ സംഘടിപ്പിച്ചപ്പോൾ റിനി ആൻഡ് ജോർജ് അതിൻ്റെ അതിഥിയായിട്ട് ചെന്നിട്ടുണ്ട്. അതിനകത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ പിണറായി വിജയനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് അവർ. അതിനുശേഷവും ഭരിക്കുന്ന സർക്കാരിനൊപ്പം നിന്നിട്ട് ബൈറ്റുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പേഴ്സണലി അറിയാവുന്ന ഒരു കാര്യം പോലും, അവരെടുക്കുന്ന ബൈറ്റുകൾക്ക് ഏത് ഫോട്ടോ കൊടുക്കണം എന്നുള്ളത് വരെ തീരുമാനിച്ച് അവരുടെ നല്ല ഫോട്ടോ വെക്കാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുന്ന ആൾ വരെയാണ് റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്നത്. അപ്പം നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിൽ പോലും എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുക എന്നുള്ളത് ആഗ്രഹിക്കുന്ന ഒരാൾ ആണ് എന്ന് ഉറപ്പിക്കുമ്പോൾ തന്നെ ഉറപ്പായിട്ടും ഭരണത്തിനൊപ്പം ചുവട് മാറാനും ഇതെൻ്റെ എന്ന് ഉറപ്പിക്കാനും ഉള്ളൊരു വ്യഗ്രത അവർ കാണിക്കുന്നുണ്ട്. ഇപ്പം വി ഡി സതീശനുമായിട്ട് പേഴ്സണലി ഒരുപാട് ബന്ധമുണ്ട് എന്ന് അവർ പല രീതിയിലും പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ പോലും ഇന്നലെ പോലും അവർ പറഞ്ഞത് അത്രയും പേഴ്സണൽ ബന്ധമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഭരിക്കുന്ന ആൾക്കൊപ്പം ബന്ധമുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നതിൽ എന്തോ ഒരു വലിയ ആത്മസംതൃപ്തി അവർ കണ്ടെത്തുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരുപാട് കമൻസ് വന്നപ്പോൾ കണ്ടപ്പോൾ വിഷമം തോന്നിയത്, അച്ഛനെ പോലെയാണ് എന്ന് ഇവർ ഇന്നലെ ആവർത്തിച്ചപ്പോൾ ഒരുപാട് കമൻസ് അതിനെ വ്യക്തിഹത്യ ചെയ്യുകയല്ല, പക്ഷെ സരിത ഉമ്മൻചാണ്ടിയെ പറഞ്ഞിരുന്നതും അച്ഛനെ പോലെയാണ്, അത് കഴിഞ്ഞിട്ട് പണി കൊടുത്തു എന്നുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർ പേടിയോടുകൂടി നോക്കി കാണുന്നുണ്ട്. അത് വി ഡി സതീശൻ എന്ന് പറയുന്ന മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ടാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ഇപ്പോൾ ആളുകൾ കൊടുത്തിരിക്കുന്ന ഒരു ഹൈപ്പും അദ്ദേഹത്തിനോട് കാണിക്കുന്ന ഒരു സ്നേഹത്തിനും ഒക്കെ ഇങ്ങനെ ഒരു മോശം വരരുത് എന്നുള്ളത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ റിനി കുറച്ചും കൂടി സംയമനം പാലിക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു റിനി ഒരു സമാധാനം കാണിക്കണം എന്നുള്ളതേ തോന്നിയിട്ടുള്ളൂ. എന്നുവെച്ചാൽ പെട്ടെന്ന് ഇത്തരം അവർക്ക് ആളാവാൻ വേണ്ടിയിട്ടായിരിക്കാം അവർ ഇത്തരം സ്റ്റേറ്റ്മെന്റ്സ് നടത്തുന്നത്. പക്ഷെ അത് എന്തുകൊണ്ടോ ഈ പറയുന്ന വി ഡി സതീശനെ മോശമായിട്ട് ബാധിക്കും. അല്ലെങ്കിൽ എൻ്റെ MLA എന്ന് ഒരു 8 മിനിറ്റ് ബൈറ്റിൽ അതിൽ പകുതി സമയവും എൻ്റെ MLA, എനിക്കെപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ, ഞാൻ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു, രാഷ്ട്രീയ ചാണക്യനാണ് അദ്ദേഹം, അത്തരം ഒരുപാട് പരാമർശങ്ങളുണ്ട്. ഈ എൻ്റെ MLA ആണ്, എനിക്കെപ്പോൾ വേണമെങ്കിലും കാണാം, എന്നെ അവിടെ നിന്ന് നോക്കി, സത്യപ്രതിജ്ഞാ ചടങ്ങ് വേദിയിൽ നിന്ന് നോക്കി, അത്തരത്തിലുള്ള ബാലിശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ വി ഡി സതീശന് ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്തായാലും കുറച്ച് പേടിയോടുകൂടി തന്നെ നോക്കി കാണാൻ പറ്റുള്ളൂ. ഇവിടെ റിനി ആൻഡ് ജോർജ് എന്താണ്, അല്ലെങ്കിൽ റിനി ആൻഡ് ജോർജ് ഉന്നയിച്ച ആരോപണങ്ങൾ എന്താണ്, എല്ലാം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ രാഹുൽ മാങ്കുട്ടത്തിനോട് ഇതേ സമയം തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പാസ് കിട്ടിയത്, ഏത് രീതിയിലാണ് വന്നത്. അദ്ദേഹം പറയുന്നുണ്ട് ആരാണ് ക്ഷണിച്ചത് എന്നായിരുന്നു രാഹുലിന്റെ അടുത്തുള്ള ചോദ്യം. അദ്ദേഹം പറയുന്നുണ്ട് ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെയും മുഖ്യമന്ത്രി നേരിട്ട് ക്ഷണിക്കുന്നുണ്ട്, അതിലൊരാളാണ് ഞാൻ, പിന്നെ XMLAയുടെ പാസ്സും ഉണ്ട്. ആ രീതിയിൽ അതിനപ്പുറത്തേക്ക് അദ്ദേഹം വേറൊരു അധികാരം, അല്ലെങ്കിൽ ഞാൻ പഴയ MLA ആയിരുന്നു, ഞാൻ ഇന്നയാളുടെ ആളാണ്, അങ്ങനെയൊന്നും അദ്ദേഹം ക്ലെയിം ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞു 3.5 കോടി സാധാ ജനങ്ങൾക്ക് ഇടയിൽ ഉള്ള ഒരാളാണ്, ആ ഒരു ഇതിലാണ് ഞാൻ വന്നതെന്നാണ് പറയുന്നത്. പക്ഷെ റിനി ആൻഡ് ജോർജ് എൻ്റെ MLA സത്യപ്രതിജ്ഞ ചെയ്യണ കാണാനായിട്ട് ഞാൻ വന്നു എന്ന് വീണ്ടും 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 ആരോപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പുറത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു രാഷ്ട്രീയ പക്വതയുണ്ട്. അപ്പൊ ഇത് രണ്ടും, പിന്നെ ഇവരെ 2 കൂട്ടരെയും ജനങ്ങൾ സ്വീകരിച്ചൊരു രീതിയും തമ്മിൽ നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും ഇനിയിപ്പോൾ രാഹുൽ തിരിച്ച് കോൺഗ്രസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഈ റിനിയുടെ ഒരു വരവ് കൊണ്ട് തന്നെ, അതിന്റെ താഴെ കമന്റ് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ രാഹുലിന്റെ സപ്പോർട്ടേഴ്സ് ഒരുപാട് കൂടിയതായിട്ട് കാണാം. ഈ ഒരു വിജയത്തിൽ രാഹുൽ എന്ന് പറയുന്ന മനുഷ്യനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഒരുപാട് തല്ലുകൊണ്ടും അല്ലെങ്കിൽ ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തും അദ്ദേഹം ഉൾപ്പെടെയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഫലം തന്നെയാണ്. ഓരോ കോൺഗ്രസ്സുകാരന്റെയും പ്രവർത്തനത്തിനൊപ്പം തന്നെ രാഹുലിന്റെ പ്രവർത്തനം നമുക്ക് മോശമായിട്ട് കാണാൻ പറ്റില്ല. ഇനിയിപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം കൂടി, OJ ജനീഷ് നിലവിലെ എന്താ പറയുക യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ ഒരാൾക്ക് 2 പദവി വയ്ക്കാൻ പാടില്ല. MLA ആയ സ്ഥിതിക്ക്, മന്ത്രിയായ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസ് പദവി അവിടെ വേക്കൻ്റായി വരും. അപ്പം വീണ്ടും രാഹുൽ മാങ്കൂട്ടം വന്നു കഴിഞ്ഞാൽ അപ്പം റിനിയുടെ ഒരു പ്രതികരണം എങ്ങനെയായിട്ടാണ് ഇതിനെ കാണുന്നത്? റിനി ഇന്നലെ തന്നെ അത് പറഞ്ഞല്ലോ, അത് ക്ലോസ്ഡ് ചാപ്റ്റർ ആണ്, ഇനി അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ലെന്നാണ് റിനി പറഞ്ഞത്. റിനി എന്താണോ ഉദ്ദേശിച്ചത്, റിനി അത് നേടിയില്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷെ റിനി അത് ക്ലോസ്ഡ് ചാപ്റ്റർ ആയിട്ട് അടച്ചു വെച്ചു. പക്ഷെ ആ കേസ് ഇപ്പോഴും അവിടെ നിൽക്കുകയല്ലേ. ഈ അതിജീവിതകൾ എന്ന് പറയുന്നവർക്ക് നീതി കിട്ടി എന്ന് റിനി വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ ക്ലോസ്ഡ് ചാപ്റ്റർ ആണ്. റിനി എന്തിനാണോ അംഗം കുറിച്ചത് അത് കഴിഞ്ഞു എന്നാണ് പറയണത്. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അത് കഴിഞ്ഞു എന്ന് നമ്മൾ പറയണം എന്നുണ്ടെങ്കിൽ, അതിൽ ഇപ്പോൾ റിനി ഉന്നയിച്ച ആരോപണങ്ങൾ സത്യമായിരുന്നെങ്കിൽ, അതിജീവിതകൾക്ക് ഇങ്ങനെ ഒരു കാര്യം നേരിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് നീതി കിട്ടിയാലല്ലേ അത് ക്ലോസ്ഡ് ചാപ്റ്റർ ആവുള്ളൂ. പക്ഷെ ഇപ്പം തന്നെ ഇത് ക്ലോസ്ഡ് ചാപ്റ്റർ ആണെന്ന് പറയുമ്പോൾ റിനി ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണത്തിന് പോകുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയായിരിക്കണമല്ലോ ഇത് കാണുന്നത്. അപ്പോൾ റിനി ആൻഡ് ജോർജ് എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ അവരത് ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് ഇന്നലെ കൃത്യമായിട്ടും അവർ പറഞ്ഞു കഴിഞ്ഞു.
അപ്പോൾ യൂത്ത് കോൺഗ്രസിലേക്ക് ഇനി രാഹുലിന് മേ ബി തിരിച്ചു വന്നേക്കാം. യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാന തലവനായിട്ട് തന്നെ അദ്ദേഹത്തിന് തിരിച്ചു വന്നേക്കാം. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ജനങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ചെറുതല്ല. ഇപ്പൊ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകണം എന്ന് ആഗ്രഹിച്ച് സപ്പോർട്ട് ചെയ്ത ജനങ്ങളുടെ ഒരു വികാരമൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ രാഹുൽ തരംഗമുണ്ട് ശരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ആരോപണം ഉന്നയിച്ച സ്ത്രീ തന്നെ പറയുന്നു അത് കഴിഞ്ഞ ചാപ്റ്ററാണ്, അത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പിന്നെയും എന്തിനാണ് ഭ്രഷ്ട് കൽപ്പിച്ച് രാഹുലിനെ പുറത്ത് നിർത്തിയേക്കുന്നതെന്നുള്ളത് അറിയില്ല. രാഹുൽ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു ഞാൻ ചെയ്യാത്ത തെറ്റിന് ക്രൂശിക്കപ്പെട്ട ആളാണെന്ന്. അപ്പൊ അതിൽ കൃത്യമായിട്ടൊരു അന്വേഷണം നടക്കേണ്ടതല്ലേ? കൃത്യമായിട്ടും അന്വേഷണം വരുമ്പോൾ റിനിക്കെതിരെ ഉൾപ്പെടെ അന്വേഷണം വരേണ്ടതല്ലേ ശരിക്കും? അതിനും കൂടി CM മുൻകൈ എടുക്കണം എന്നുള്ളതാണ് ഇപ്പൊ തോന്നുന്നത്.